ഈ ഒരു കുർത്ത ഇട്ടപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈൽ ഓർമ്മ വന്നത്. ഫെസ്റ്റീവ് ഒക്കേഷൻസിനാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈലും ഇത് തന്നെയാണ്. പക്ഷേ ഇത് മോഡേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയും ചേരും കേട്ടോ. ആദ്യം മുടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സെൻറ്ററിലോ സൈഡിലോ പാർട്ടീഷൻ എടുക്കാം. എന്നിട്ട് പാർട്ടീഷൻ്റെ അടുത്ത് ഒരു ചെറിയ സെക്ഷൻ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു സെക്ഷൻ എടുത്ത് അത് ആദ്യത്തെ ട്വിസ്റ്റഡ് ഹെയറിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ പിന്നെയും സെക്ഷൻസ് എടുത്ത് കൂട്ടിച്ചേർത്ത് ചെവിയുടെ അടുത്ത് വരെ എത്തിക്കാം. അവിടെ ബോബി പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി ആ എടുത്ത സെക്ഷൻസിന് കുറച്ചുകൂടെ ഒരു വോളിയം കിട്ടാനായിട്ട് ചെറിയ രീതിയിലൊന്ന് വലിച്ചു കൊടുക്കാം. ഈ ട്വിസ്റ്റുകൾ കൊണ്ടാണ് ചിലപ്പോൾ മുഴുവൻ ലുക്കും മാറി വരുന്നത്. ഈ പ്രോസസ്സ് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ചെയ്തു കൊടുക്കാം. സാധാരണ ബാക്കി കിടക്കുന്ന ഹെയർ അങ്ങനെ തന്നെ അഴിച്ചിടാറാണ് പതിവ്. പക്ഷേ ഇന്നൊരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു ഇന്ത്യൻ ലുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുക. അതുകൊണ്ട് ബാക്കി ഹെയർ ഒന്ന് മടഞ്ഞിട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട്? ഒരു നീറ്റും ഗ്രേസ്ഫുള്ളുമായിട്ടുള്ള ഒരു ലുക്ക് കിട്ടിയില്ലേ? ഈ ഹെയർ സ്റ്റൈലിൻ്റെ ബ്യൂട്ടി തന്നെ അതിൻ്റെ സിംപ്ലിസിറ്റി ആണെന്ന് പറയാം. ഫേസ് ഷേപ്പും ഫോർഹെഡും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. അതുകൊണ്ട് തന്നെ സ്മോൾ ഫോർഹെഡും സ്മോൾ ഫേസും ഉള്ളവർക്കാണ് ഈ ഹെയർ സ്റ്റൈൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവുക. ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലത്തെ ഹെയർ സ്റ്റൈൽസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.